പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എസ് എജു വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷിലെ ആദ്യ 4 അക്ഷരങ്ങളും അവയുടെ ഉച്ചാരണവും പഠിച്ചു. ഇന്ന് നമുക്ക് അടുത്ത 4 അക്ഷരങ്ങളും അവയുടെ ഉച്ചാരണങ്ങളും പഠിച്ചാലോ? ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കണ്ടേ വേഗം? എന്നാൽ നമുക്ക് തുടങ്ങാം. ഇത് കണ്ടോ, ഈ ചിത്രത്തിൽ 2 സാധനങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാ? എഗ്ഗും എലിഫന്റും. എഗ്ഗ്, എലിഫന്റ്. പറഞ്ഞു നോക്ക്, എഗ് എന്നും എലിഫന്റ് എന്നും പറയുമ്പോൾ ആദ്യം എയിലല്ലേ തുടങ്ങുന്നത്? അപ്പൊ ഈ 2 സാധനങ്ങളും സ്പെല്ലിങ് നോക്കൂ. എഗ്ഗിന്റെ സ്പെല്ലിങ് EGG, എഗ്. അപ്പൊ ഈ എന്ന് പറയുമ്പോൾ എ അല്ലേ വരുന്നത്. എലിഫന്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഇ. അപ്പോൾ ഈയുടെ ഉച്ചാരണം എപ്പോഴും എന്താണ്? എപ്പോഴും ഇല്ല, മിക്കപ്പോഴും എന്താണ്? എ എന്നായിരിക്കും. ഇനി നമുക്ക് ഈ വെച്ചുള്ള ഒരു 3 വാക്കുകൾ കൂടെ പരിചയപ്പെട്ടാലോ? ഇത് കണ്ടോ, മലയാളത്തിൽ നോക്കാം നമുക്ക്. 8, ഭൂമി, അതേപോലെ തന്നെ ആന. 8 എന്താ ഇംഗ്ലീഷ് പറയാ? 8. ഓക്കെ. ഭൂമിക്ക് എന്താ പറയാ? എർത്ത്. ഗുഡ്. പിന്നെ ആനയ്ക്ക് എന്താ പറയാ? എലിഫന്റ് അല്ലേ? അപ്പം 8, എർത്ത്, എലിഫന്റ്, ഇതല്ലേ വാക്ക്? ഇത് 3ന്റെ ആദ്യത്തെ അക്ഷരം നോക്കി നോക്കൂ. ഇ ആണ്. കാരണം എന്താ? 8 എ എന്ന് പറയുമ്പോൾ ഇ, എർത്ത് എ എന്ന് പറയുമ്പോൾ ഇ, എലിഫന്റ് എ എന്ന് പറയുമ്പോൾ ഇ. അപ്പോൾ 8ന്റെ സ്പെല്ലിങ് നോക്കൂ. EIGHT. ഒന്ന് പറയേ. EIGHT. അടുത്തത് എർത്ത്. എർത്തിന്റെ സ്പെല്ലിങ് നോക്കാം. EARTH. ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ. EARTH, എർത്ത്. ഇനി എലിഫന്റ് പറയാം. ELEPHANT, എലിഫന്റ്. ഒന്ന് പറ. ELEPHANT, എലിഫന്റ്. ELEPHANT എന്താ? എലിഫന്റ്. ഇതാ അടുത്ത അക്ഷരം നോക്കൂ. ഇതേതാ അക്ഷരം? എഫ് അല്ലേ? സ്മോൾ ലെറ്ററും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്. പിന്നെ എഫ് ബുദ്ധിമുട്ടില്ല. എഫിന്റെ പ്രൊണൗൺസിയേഷൻ തന്നെയാട്ടോ, പറയുമ്പോൾ തന്നെ കിട്ടും. ഫ് ട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ FA എന്താ പ്രൊണൗൺസിയേഷൻ? എഫ്. ഓക്കെ. എഫ് എന്ന് പറഞ്ഞാൽ FA, ഫ അല്ലേ? എയുടെ പ്രൊണൗൺസിയേഷൻ ആന്ന് പറഞ്ഞു. അപ്പൊ FI എന്താ? അല്ല, എഫ് ഐ എന്ന് പറയുമ്പോൾ ഇയാ, ഫി. FI എന്താ? ഫി. FE എന്താ? അല്ല, എഫ് എന്ന് പറഞ്ഞാൽ ഫ് തന്നെ. ഇ എന്ന് പറയുമ്പോൾ എ. അപ്പൊ എന്താ? ഫെ അല്ലേ? FA ഫ, FI ഫി, FE ഫെ. കിട്ടിയോ? ഇനി നമുക്ക് എഫിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചാലോ? ഇതെന്താ? ഈ പിക്ചർ നോക്കിക്കോ. ഇതെന്താ? പിന്നെന്താ? ഫിഷ്. പിന്നെന്താ? ഫ്രോഗ്, തവള. ഇതെന്താ? ഫയർ, തീ. ഇതെന്താ? ഫ്ലാഗ് അല്ലേ? ഇപ്പൊ നമുക്കിത് സ്പെല്ലിംഗ് നോക്കാം. ഫാന്റെ സ്പെല്ലിംഗ് എന്താ? എഫ് എന്ന് പറഞ്ഞ ഫ്, എ ചേർക്കുമ്പോൾ ഫ, എൻ ചേർക്കുമ്പോൾ ഫാൻ, FAN, ഫാൻ. പിന്നെ ഫിഷിന്റെ സ്പെല്ലിംഗ് പറ. FISH അല്ലേ? എഫ് എന്ന് ഫ്, FI ഫി, SH ഫിഷ്. ഫ്രോഗിന്റെ സ്പെല്ലിംഗ് പറ. FROG. എഫ് ഫ്, ആർക്കും ഫ്ര, ഓ ചേർക്കും ഫ്രോ, ജി ചേർക്കും ഗ്, ഫ്രോഗ്. പിന്നെ ഫയറിന്റെ സ്പെല്ലിംഗ് പറ. FIRE. എഫ് ഫ്, FI ഫൈ, ആർ ഫയർ, RE ഫയർ. റെഡി അല്ലേ? പിന്നെ ഫ്ലാഗിന്റെ സ്പെല്ലിംഗ് പറ. FLAG. എഫ് ഫ്, FL ഫുൾ, എ ഫ്ലാ, ജി ഫ്ലാഗ് അല്ലേ? അപ്പൊ FAN ഫാൻ, FISH ഫിഷ്, FROG ഫ്രോഗ്, FIRE ഫയർ, FLAG ഫ്ലാഗ്. കിട്ടിയോ?
ഇനി നമ്മൾ നോക്കുന്ന അടുത്ത അക്ഷരമാണ് ജി. കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്. ഈ ജിയുടെ പ്രൊനൗൺസിയേഷൻ ഗ എന്നാണ് സാധാരണ കേട്ടോ. ഗ നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കി നോക്കൂ. ജിയുടെ പ്രൊനൗൺസിയേഷൻ ഗ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ജി എ എന്തായിരിക്കും? ഗ പ്ലസ് ആ, ഗ. ആ, ജി ഐ എന്തായിരിക്കും? ഗി. ഓക്കെ, ഗ പ്ലസ് ഐ, ഗി. അപ്പൊ ജി ഇ എന്താ? ഗ പ്ലസ് എ, ഗെ. ഓക്കെ, ജി എ എന്താ? ഗ. ജി ഐ എന്താ? ഗി. ജി ഇ എന്താ? ഗേ. കിട്ടിയോ? ജി എ ഗ, ജി ഐ ഗി, ജി ഇ ഗേ. ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കാണാം. ഇതെന്താ സാധനം? ഗേറ്റ്. ഈ ഗേറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ജി. ജി ആയിരിക്കും. ഇതെന്താ? ഗിഫ്റ്റ്. ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റിന്റെ ആദ്യത്തെ അക്ഷരം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ജി. ഇതെന്താ? ഗ്ലാസ്. ഗ്ലാസ്. ഗ്ലാസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി? ജി. ഇതെന്താ? മുന്തിരിങ്ങ. ആ, മുന്തിരി. ഈ മുന്തിരിക്ക് ഇംഗ്ലീഷിൽ ഗ്രേപ്പ് എന്നാ പറയാ കേട്ടോ. അപ്പൊ ഗ്രേപ്പിന്റെ ആദ്യത്തെ അക്ഷരം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ജി. ഇതെന്താ സാധനം? പുല്ല്. പുല്ലിന് ഇംഗ്ലീഷിൽ ഗ്രാസ് എന്നാട്ടോ പറയാ. ഗ്രാസ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ജി. ജി. മിടുക്കൻ. ഇതേതാ കളറ്? പച്ച. പച്ചക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഗ്രീൻ. ആ, ഗ്രീൻ. ഗ്രീനിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ജി ആർ ഇ ഇ എൻ. ആ, അതറിയാലേ മിടുക്ക. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ വാക്കുകളുടെ ഒക്കെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചാലോ? ദാ ഗേറ്റ്. ഗേറ്റിന്റെ സ്പെല്ലിംഗ് വായിച്ചേ. ജി എ ആ ടി ടി ഇ. ജി എ ടി ഇ, ഗേറ്റ്. അടുത്ത ഗിഫ്റ്റിന്റെ സ്പെല്ലിംഗ് പറ. ജി ഐ എഫ് ടി ടി ടി. കണ്ടോ, ജി ഐ എന്ന് പറയുമ്പോൾ ഗി, എഫ് ഗിഫ്, ടി ഗിഫ്റ്റ്. ഇനി ഗ്ലാസിന്റെ സ്പെല്ലിംഗ് പറ. ജി എൽ എ എസ് എസ്. ആ, ജി എന്ന് പറയുമ്പോൾ ഗ, എൽ ഗ, ജി എൽ എ ഗ്ലാ. എസ് എസ് എന്താ? അപ്പൊ ഗ്ലാസ്. ജി എൽ എ എസ് എസ്, ഗ്ലാസ്. ഇനി ഗ്രേപ്പിന്റെ സ്പെല്ലിംഗ് പറ. ജി ആർ എ പി, ഗ്രേപ്പ്. ജി എന്ന് പറയുമ്പോൾ ഗ, ആർ ചേർക്കുമ്പോ ഗൃ, എ ചേർക്കുമ്പോ ഗ്രേ, പി ചേർക്കുമ്പോ പ്, ഗ്രേപ്പ്. ജി ആർ എ പി, ഗ്രേപ്പ്. അപ്പൊ അടുത്ത ഗ്രാസിന്റെ സ്പെല്ലിംഗ് നോക്ക്. ജി ആർ എ എസ് എസ്. ആ, ഗ്രേപ്പ് പോലെ തന്നെ. ജി ആർ എ, ഗ്രേപ്പ്, ഗ്രേ എന്ന് പറഞ്ഞില്ലേ. ജി ആർ എ ഗ്രേ, എസ് എസ് ഗ്രാസ്. പിന്നെ ഗ്രീന്റെ സ്പെല്ലിംഗ് നോക്ക്. ജി ആർ ഇ ഇ എൻ. ജി ആർ ഇ, ജി ആർ ഗൃ, ഇ ഇ ഗ്രീ, എൻ ഗ്രീൻ. ജി ആർ ഇ, ജി ആർ ഇ ഇ എൻ, ഗ്രീൻ. കിട്ടിയോ? ജി എ ടി എന്താ? ഗേറ്റ്. ജി ഐ എഫ് ടി എന്താ? ഗിഫ്റ്റ്. ജി എൽ എ എസ് എസ് എന്താ? ഗ്ലാസ്. ജി ആർ എ പി എന്താ? ഗ്രേപ്പ്. ജി ആർ എ എസ് എസ് എന്താ? ഗ്രാസ്. ജി ആർ ഇ ഇ എൻ എന്താ? ഗ്രീൻ. ഓക്കെ, നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഇതേതാ അടുത്ത അക്ഷരം? എച്ച്. നോക്കൂ, എച്ചിന്റെ ഉച്ചാരണം ഹ് എന്നാട്ടോ. എന്താ? ഹ്. അങ്ങനെയാണെങ്കിൽ എച്ച് എ എന്താ ഉച്ചാരണം? ഹ. അതായത് ഇവിടെ എച്ചിന്റെ ഉച്ചാരണം ഹ് എന്നാണ്. എ എന്ന് പറയുമ്പോൾ ആയാണ്. ഹും ആയും ചേർന്ന ഹ എന്നല്ലേ. ആ, പിന്നെ എച്ച് ഐ എന്താ? ഐ എന്ന് പറയുമ്പോൾ ഇ എന്നത് ഉച്ചാരണം വരുന്നത്. എച്ച് ഐ എന്ന് പറയുമ്പോൾ ഹി എന്നാണ് വരുന്നത്. ആ, അപ്പൊ എച്ച് ഇ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു. ഈ അല്ല, ഈയുടെ ഉച്ചാരണം എ എന്ന് പറഞ്ഞില്ലേ. എച്ച് ഇ എന്ന് പറയുമ്പോൾ ഹേ എന്നാണ് പറയാ. നോക്കൂ, എച്ച് എ ഹ, എച്ച് ഐ ഹി, എച്ച് ഇ ഹേ. കിട്ടിയോ? ഒന്ന് പറ. എച്ച് ഐ എന്താ? ഹ. എച്ച് ഐ എന്താ? ഹി. എച്ച് ഇ എന്താ? ഹേ. ഹേ. ഹേ പറ. ആ, ഇനി നമുക്ക് എച്ച് വെച്ചിട്ടുള്ള ചില വാക്കുകൾ പരിചയപ്പെട്ടാലോ? ഇതെന്താ? ഹാൻഡ്. ഹാൻഡ്. ഇതോ? ഹെയർ. ഹെയർ. ഇതോ? ഹോസ്. ഹോസ്. അപ്പൊ ഹാൻഡ്, ഹെയർ, ഹോസ് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം എച്ചിൽ തുടങ്ങുന്ന വാക്കുകളാണ് അല്ലേ. അപ്പൊ ഹാൻഡിന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? എച്ച്, ആ, എ,
എൻ N ഡി. D HAND ഉണ്ട്. ഹാൻഡ്. ഹെയറിന്റെ സ്പെല്ലിംഗ് എന്താ? H ആ, A ആ, I ആ. R ആർ. HAIR ഹെയർ. ഹോസിന്റെ സ്പെല്ലിംഗ് എന്താ? H ആ, O ആ, R ആ. S E HOR HOSE ഹോസ്. അല്ലേ? കിട്ടിയില്ലേ? HAND എന്താ? ഹാൻഡ്. and HAIR എന്താ? ഹെയർ. HORSE എന്താ? ഹോസ്. കിട്ടിയോ? ഒന്ന് സ്പെല്ലിംഗ് പറ. HAND and HAIR hair ഹെയർ. HORSE hose. ഹോസ്. കുതിര. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ബൈ ബൈ.